ഹായ്. തമ്പനയിൽ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് ഒരു നെഗറ്റീവ് നോട്ടോട് കൂടിയാണ് തുടങ്ങുന്നത്. ദ ആർട്ട് ഓഫ് എലിമിനേഷൻ അഥവാ തള്ളിക്കളയുക. ഇത് തന്നെ ആർട്ട് ഓഫ് എലിമിനേഷനിലേക്ക് നമ്മൾ പലരും എത്തുന്നത് ദ പ്രോസസ് ഓഫ് എലിമിനേഷനിലൂടെ കുറെ സഞ്ചരിച്ചതിന് ശേഷമാണ്. പല സ്ഥലത്തും നമുക്ക് ഈ ഒരു എലിമിനേഷൻ നടത്തുമ്പോൾ മനോവ്യഥയുണ്ട്, ചില ദുഃഖങ്ങളുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സമർത്ഥരായിട്ടുള്ള ആളുകൾ ഭയപ്പെട്ടിരുന്നൊരു വാക്കാണ് എലിമിനേഷൻ. പല സ്റ്റേജുകളിൽ, പല സ്റ്റേജ് ഷോകളിൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളിലെല്ലാം ഈ വാക്കിന് വളരെ വേദനിപ്പിക്കുന്ന ഒരർത്ഥമുണ്ട്. കൂട്ടുകാരിൽ നിന്നും പറിച്ചു മാറ്റില്ല, സഹപ്രവർത്തകരിൽ നിന്നും പറിച്ചു മാറ്റില്ല, അവസരങ്ങളിൽ നിന്നും എടുത്തു കളയൽ ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് തള്ളിക്കളയാൻ പറ്റാത്തത് തന്നെയാണ്, ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ദ പ്രോസസ് ഓഫ് എലിമിനേഷനിൽ ഒരു കൃത്രിമത്വമുണ്ട്. യാഥാർത്ഥ്യബോധത്തോടു കൂടിയല്ല പലപ്പോഴും ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത്. ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് പലപ്പോഴും ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ നടക്കുന്നത്. പക്ഷേ നമ്മൾ വളരേണ്ടത് ദ ആർട്ട് ഓഫ് എലിമിനേഷനിലേക്കാണ്. എന്തെന്നാൽ ജീവിതത്തിൽ നമുക്ക് ഈ എലിമിനേഷൻ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ എലിമിനേഷന് ഒരു എഴുതാപ്പുറമുണ്ട്, ഒരു മറുവായനയുണ്ട്, അതൊരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അത് വളരെ കൃത്യമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഒരു കുഞ്ഞിൻ്റെ ജനനമെടുത്താൽ തന്നെ നമുക്കതിൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു എലിമിനേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്താണ്? കുഞ്ഞിന് സ്വതസിദ്ധമായ ശൈലിയിൽ പ്രകൃതി നൽകുന്ന ശക്തിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനനത്തിനുള്ളൊരു സാധ്യത നിലനിൽക്കുമ്പോഴും അമ്മ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സിസേറിയനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഈ കുഞ്ഞിൻ്റെ ഒരു സാധ്യതയല്ലേ അവിടെ എലിമിനേറ്റ് ചെയ്തത്. ഇന്നൊരു കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ കുഞ്ഞിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പലപ്പോഴും അരുതായ്മകൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടാണ്. അത് ചെയ്തുകൂടാ, അങ്ങോട്ട് പോയിക്കൂടാ, ഇത് നിനക്ക് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഫീഡ് ഒരു നെഗറ്റിവിറ്റിയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ ഒരു പെശകുണ്ട്. അത് ഈ സമൂഹം എന്ന് തിരുത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കുഞ്ഞിൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും അത് തുടങ്ങുന്നത് തന്നെ ഒരു തിരഞ്ഞെടുപ്പുകളിലൂടെയാണെന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം അതിനേക്കാളേറെ എലിമിനേഷനുകളാണ് അവിടെ നടക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിലേക്ക് അയക്കണമോ പ്രൈവറ്റ് സ്കൂളിലേക്ക് അയക്കണമോ, ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നത്? മിക്കവാറും നമ്മളുടെ പോക്കറ്റിൻ്റെ വലിപ്പം നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടാണ്. അല്ലാതെ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന മൂല്യബോധത്തെക്കുറിച്ചോ കുട്ടിക്ക് എന്ത് കൊടുക്കണമെന്നുള്ള ഒരു ധാരണയെക്കുറിച്ചോ അല്ല പലപ്പോഴും ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ അടുത്തിടെ നമ്മൾ പേപ്പറിലെല്ലാം കാണുകയും വായിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ പ്രകൃതി ജീവനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന മാതാപിതാക്കൾ. സ്കൂൾ ജീവിതത്തെ പോലെ തന്നെയാണ് ഉപരിപഠനവും. പലപ്പോഴും അവിടെ ഒരു എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന ശമ്പളവും വലിയ ജോലിയെയും കുറിച്ചുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് തനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില കർത്തവ്യങ്ങളെയാണ് അല്ലെങ്കിൽ കർമ്മമണ്ഡലത്തെയാണ് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ പ്രോസസ് ഓഫ് എലിമിനേഷന് പകരം ദ ആർട്ട് ഓഫ് എലിമിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ടതിനേക്കാൾ അല്ലെങ്കിൽ അയക്കപ്പെട്ടതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് പലരും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിലൂടെ പലരും കടന്നുപോയത് കൊണ്ടാണ്, ഇൻസ്റ്റെഡ് ഓഫ് ദ ആർട്ട് ഓഫ് എലിമിനേഷൻ. അതുപോലെ തന്നെ വേറെ ഒരു എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് എലിമിനേഷനുകളാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾക്ക് വ്യക്തമാകും. കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ദ ആർട്ട് ഓഫ് എലിമിനേഷനിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടിയിരിക്കുന്നു സ്വതസിദ്ധമായ ശൈലിയിൽ, മനസ്സാക്ഷി പറയുന്നതനുസരിച്ചിട്ട്. അല്ലാതെ ബാഹ്യമായ നിർബന്ധങ്ങൾക്കോ ബാഹ്യമായ ചില പ്രേരണകൾക്കോ വഴങ്ങിക്കൊണ്ട് നമ്മൾ എലിമിനേഷൻ പ്രോസസ്സിന് നമ്മളെ തന്നെ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നാണ് പറയാനായിട്ടുള്ളത്. കാരണം നമ്മളൊരു കാര്യം തിരിച്ചറിയണം, ഇവിടെ നോ പറയാനും ചില മനോധൈര്യം ആവശ്യമാണ്, നോ പറയാൻ ചില പ്രത്യേക രീതിയിലുള്ള ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആർട്ടാണ്. ഈ പ്രോസസ്സിലൂടെ പോകുമ്പോൾ വീണ്ടും പിഴവുകൾ സംഭവിച്ചേക്കാം.
അപ്പോൾ നോ പറയാൻ മടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല, തള്ളിക്കളയാൻ മടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. തള്ളിക്കളയൽ അനിവാര്യമാണ്, പക്ഷേ ഒന്ന് ഓർക്കുക, എല്ലാമല്ല. അപ്പോൾ വീണ്ടും ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, തീർച്ചയായും നന്മ ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.